നമ്മളപ്പോ ഒരു വലിയൊരു DME സ്റ്റാഫ് നേഴ്സ് PSC എന്ന് പറയുന്ന ഒരു എക്സാം അതിനുശേഷം നമ്മൾ അടുത്തിനി നമുക്ക് പ്രതീക്ഷിക്കുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട അടുത്ത കേരള PSC റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വർഷം ലാസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് എക്സാമുകളാണ് നഴ്സിംഗ് ട്യൂട്ടർ കേരള PSCയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് കേരള PSC. വലിയ രണ്ട് പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ നഴ്സിംഗിലെ നമ്മുടെ കേരള PSCയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള രണ്ട് എക്സാമുകളാണ് ഈ നഴ്സിംഗ് ട്യൂട്ടർ കേരള PSCയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് കേരള PSC. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമായിരിക്കും, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതുപോലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലുണ്ട്, അതുപോലെ തന്നെ എല്ലാ ജില്ല നഴ്സിംഗ് സ്കൂൾ ഓഫ് നഴ്സിംഗിലുണ്ട്. അതിൽ ഈ DHSന്റെ കീഴിൽ വരുന്ന ഓരോ ജില്ലയിലുള്ള സ്കൂൾ ഓഫ് നഴ്സിംഗിലേക്കാണ് ഈ നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റ് വരുന്നത്, അല്ലെ? നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റ്. ഈ നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് എക്സാമും ഉണ്ട്, അതുപോലെ തന്നെ ഇത് കൂടാതെ സർവീസ് കാൻഡിഡേറ്റ് സർവീസ് റിസർവേഷൻ, അതായത് DHSൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് അവരുടെ റിസർവേഷൻ ആനുകൂല്യം വെച്ചിട്ടും അവർ 3:1 റേഷ്യോയിൽ അവർക്ക് നിയമനം ലഭിക്കുന്നുണ്ട് ഈ നഴ്സിംഗ് ട്യൂട്ടർ കേരള PSC എക്സാമിൽ. 3 പേര് അവർ സർവീസിൽ നിന്ന് കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരാളെ നമ്മുടെ കേരള PSC എക്സാം എഴുതി നല്ല റാങ്കിൽ വരുന്ന ഒരാൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. രണ്ട് പോസ്റ്റുകൾ നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റുകളാണെങ്കിലും ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ രണ്ട് ഗസറ്റഡ് പോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള രണ്ട് നഴ്സിംഗ് പോസ്റ്റുകളാണ് ഈ നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ്. ഈ നഴ്സിംഗ് ട്യൂട്ടറിന്റെ പ്രത്യേകത, നമുക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ BSc നഴ്സിംഗ് മാത്രമാണ്. നിങ്ങൾ പലരും ഇങ്ങനെ MSc നഴ്സിംഗ് ആണോ എന്ന് ചോദിച്ചു പലരും മെസ്സേജ് അയച്ചിരുന്നു. ഒരിക്കലും അല്ല. നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് മാത്രമാണ്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ MSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ്. ബിരുദമാണ് നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ അതൊരു കൺഫ്യൂഷൻ ആർക്കും ഉണ്ടാവരുത്. നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റിന്റെ ഗസറ്റഡ് പോസ്റ്റ് ആണെങ്കിലും അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അത് MSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റും നമ്മളെ സംബന്ധിച്ച് കുറച്ച് വേക്കൻസി ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു 3:1 റേഷ്യോ വരുന്നത് കൊണ്ട് തന്നെ എക്സാമിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴല്ല, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 35 പേർക്കാണ് നിയമനം ലഭിച്ചത് ടോട്ടൽ. ഈ 35 പോസ്റ്റ് എന്ന് പറഞ്ഞാലും നിങ്ങൾ ആലോചിക്കുക, ആ 35 റാങ്കിൽ എത്താൻ വളരെ കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഒന്ന് പഠിച്ച് അത്യാവശ്യം ഒരു മാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല റാങ്കിലേക്ക് വരാൻ പറ്റും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു തമ്പനയിൽ കണ്ടു, നമ്മൾ വീഡിയോ വന്നിട്ടില്ല അതിന്റെ, അല്ലെ? തുടർച്ചയായി ഇപ്പൊ DME സ്റ്റാഫ് നേഴ്സ് PSCയുടെ കട്ട് ഓഫ് തുടർച്ചയായി 11ാമത്തെ എക്സാം ആണ് കട്ട് ഓഫ് 50 മാർക്കിൽ താഴെ എന്ന് പറയുന്ന ലെവലിലേക്ക് പോകും. ഈ വളരെ കുറച്ചു പേരെ സെലക്ട് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പോസ്റ്റ് ആണെങ്കിലും എല്ലാത്തിന്റെയും കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഈവൻ ഒരു 40ന്റെയും താഴെയാണ്. അത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയൊരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ മാർക്കിലേക്കൊക്കെ എത്താൻ പറ്റുന്നതാണ്. ഞാൻ DME എക്സാം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ഇത്രയും നല്ലൊരു DME എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായ പാറ്റേണിൽ 90 ക്വസ്റ്റ്യനിലധികം പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പക്ഷെ അപ്പോഴും കട്ട് ഓഫ് വന്ന് നിൽക്കുന്നത് 50ൽ വളരെ താഴെയാണ്. എന്നിട്ട് ഒരു ഓവറോൾ റിവ്യൂ പറയാണ് എക്സാം ടഫായിരുന്നു. 90 ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ക്ലാസ്സിൽ പഠിച്ച നോട്ടിൽ നിന്നും പ്രാക്ടീസ് ക്വസ്റ്റിൽ നിന്നും യൂണിറ്റ് ടെസ്റ്റിൽ നിന്നും സബ്ജക്ട് എക്സാമിൽ നിന്നും ഓൾ ഇന്ത്യ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും എല്ലാം 90ലധികം ക്വസ്റ്റ്യൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും 50 മാർക്ക് പോലും തികച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പറയാണ് എക്സാം ടഫായിരുന്നു. എക്സാം ടഫായതാണോ അതോ നമ്മുടെ പ്രിപ്പറേഷന്റെ പ്രോബ്ലം ആണോ? നമ്മുടെ പ്രിപ്പറേഷൻ, എക്സാം ടഫ് ആയതുകൊണ്ടല്ല, നമ്മുടെ പ്രിപ്പറേഷൻ ആണ് പ്രോബ്ലം. നമ്മൾ കൃത്യമായിട്ട് ആദ്യം എക്സാമിന് മനസ്സിലാക്കുക. അത് JPH ആയിക്കോട്ടെ, ANM ആയിക്കോട്ടെ, സ്റ്റാഫ് നേഴ്സ് എക്സാം ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, നഴ്സിംഗ് ട്യൂട്ടർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യം ഒരു സിലബസ് നമ്മൾ പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സബ്ജക്ട്സും എന്താണ് പഠിക്കേണ്ടത് മനസ്സിലാക്കുക. പക്ഷെ സിലബസ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ, ഒരു സ്പെസിഫിക് ആയിട്ട് പറയില്ല, അല്ലെ? കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം മാത്രമേ പറയുള്ളൂ. പക്ഷെ അതിനകത്ത് നമ്മൾ എന്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് പറഞ്ഞു തരിക എന്നുള്ളതാണ് കൃത്യമായ ഒരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആദ്യം പഠിക്കുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ ആ എക്സാമിൽ ഇതുവരെ നടന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ സ്റ്റാഫ് നേഴ്സ് എക്സാം പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം കഴിഞ്ഞ ലാസ്റ്റ് 9 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂ ചെയ്തതിന് ശേഷം മാത്രമാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. കാരണം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാകണം എന്താണ് ഓരോ സബ്ജക്ട്സിനകത്തും PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ ഈ പഠിക്കുന്നതൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ശരിക്കും കോമ്പറ്റീറ്റീവ് എക്സാമിന് പഠിക്കുന്നത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്.
അല്ല ഞാൻ കുറെ കാർഡ് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ വരുന്ന വേറെ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വർഷങ്ങൾ പഠിക്കുന്നത് എല്ലാം വൃഥാവായിട്ട് മാറും, അല്ലെ വെറുതെ ആയി മാറും. ആ ഒരു ബോധം നമുക്ക് വരണം. നമ്മൾ പഠിക്കുന്നതും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ്. ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്റെ നോട്ടിനകത്ത് അല്ലെങ്കിൽ എന്റെ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനകത്ത് വരുന്ന ക്വസ്റ്റ്യനുകളും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യനെല്ലാം ഒരുപോലെ തന്നെയാണ്. അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യനുകൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മറ്റു സംസ്ഥാനത്ത് ഒരു MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തെ നഴ്സിംഗ് ട്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അല്ലെങ്കിൽ ഒരു ലെക്ചറർ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ, ആ ടോപ്പിക് പഠിച്ചു കഴിയുമ്പോൾ ആ ടോപ്പിക്കിലെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലാണ് എന്റെ പ്രിപ്പറേഷൻ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നത്. നമുക്ക് വേണ്ടത് മാർക്കുകളാണ്, സ്കോറാണ് നമുക്ക് ആവശ്യം. എത്രത്തോളം നമ്മൾ കണ്ടന്റ് പഠിക്കുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ എത്രത്തോളം വാരി വലിച്ച് അനാവശ്യമായ രീതിയിൽ റൂട്ടിലോട്ട് പോകുന്നു എന്നുള്ളതല്ല. നമുക്ക് കൃത്യമായ കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ബേസിസിൽ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് അതിനകത്തുള്ള എക്സാം പോയിന്റുകൾ പഠിക്കും. അത് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർക്കണം, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിച്ചതുപോലെ അല്ല പഠിക്കേണ്ടത്. ആ ഒരു ടോപ്പിക്കിന്റെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാരി വലിച്ച് എഴുതി വെക്കാൻ മാർക്ക് കിട്ടും, ഡൗട്ടില്ല. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആൻസർ ഷുഡ് ബി സ്പെസിഫിക്. ഇവിടെ 0.0001 ആണ് ആൻസർ എങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന എക്സാമ്പിൾ ആണ്. ഇവിടെ 0.0001 എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ഇവിടെ ഏകദേശം, ഓൾമോസ്റ്റ്, എറൗണ്ട് ഇങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. ആ ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ ഒരു 8 എക്സാം ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, 8 അല്ല 9 എക്സാം ആയിട്ട് നിങ്ങൾക്ക്, അല്ലെ നിങ്ങൾ എല്ലാ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കുക. നമ്മൾ ഈ DME എക്സാമിന് വേണ്ടി ചെയ്ത എല്ലാ വീഡിയോയുടെ അർത്ഥം ഞാൻ പറഞ്ഞു. നിങ്ങൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ എക്സാമിനെങ്കിലും ദയവ് ചെയ്ത് എന്നോട് പറയരുത്. നിങ്ങൾ അതുകൊണ്ട് ഞാൻ പറയും, ഒരു 100 OMR എക്സാം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കൂ, എടുത്തിട്ട് നമ്മൾ തരുന്ന PDF ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ടും ഇത്തവണയും അല്ലെ നെഗറ്റീവ് മാർക്കിനൊന്നും ആർക്കും ഒരു കുറവുമില്ല എന്നുള്ളതാണ്. നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക തന്നെ വേണം. 10 അല്ലെങ്കിൽ 15, 20 നെഗറ്റീവ് മാർക്കിംഗ് വന്നു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കിൽ വരുന്ന വ്യത്യാസം ഒന്ന് ആലോചിക്കാം. 20 നെഗറ്റീവ് മാർക്കിംഗ് വന്ന സ്ഥാനത്ത് ആ 20 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയായെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്ര കൂടുമെന്ന് ആലോചിക്കുകയും, 20 ക്വസ്റ്റ്യൻ റോങ് നെഗറ്റീവ് വന്നിട്ട് പോലും 50 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ, 50 മാർക്ക് കിട്ടുന്നുണ്ട് ഈ 20 നെഗറ്റീവ് വന്നിട്ട് പോലും, ഇതിന്റെ കൂടെ ഒരു 10 നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ മാർക്ക് എവിടെ നിൽക്കുമെന്ന് ആലോചിക്കുകയും, 50ന്റെ സ്ഥാനത്ത് നേരെ ഒറ്റയടിക്ക് 63.33 മാർക്ക്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ആദ്യത്തെ 50 റാങ്കിലോ 100 റാങ്കിലോ ഒക്കെ കാണും. ഓരോ ടോപ്പിക്ക് പഠിച്ച് ആ ടോപ്പിക് എന്നുള്ള പരമാവധി ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. സിമ്പിൾ ടു കോംപ്ലക്സ് എല്ലാ ലെവൽ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസ് വർക്ക്. പിന്നെ നന്നായിട്ട് OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഇത് രണ്ടുമേ ഉള്ളൂ നെഗറ്റീവ് മാർക്കിനെ ഒഴിവാക്കാൻ. പിന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യും. പിന്നെ ഈ ജോലിയുടെ കൂടെ പഠിക്കുന്നതിന്റെ, അല്ലെ ഫാമിലി നോക്കി ഒക്കെ കൂടെ പഠിക്കുന്നതിന്റെ, അങ്ങനെയുള്ള ഒരു കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കണം. എനിക്ക് ഇപ്പൊ സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 6 മാസം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വർക്ക് ചെയ്തും ഫാമിലി നോക്കിയും ഒക്കെ ചെയ്യുന്നവർക്ക് മിനിമം 1 വർഷം എടുക്കും. അതിൽ ഒരു ഡൗട്ടും വേണ്ട ആർക്കും. എങ്കിലേ ആ ഒരു അപ് ടു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു എക്സാമിന് പ്രിപ്പയർ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നില്ല. കറക്റ്റ് തിയറി പഠിക്കണം. കംപ്ലീറ്റ് സിലബസ് ടോപ്പിക് ബൈ ടോപ്പിക്, എക്സാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കണം. ഓൾ ഇന്ത്യ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ബൈ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ. അത് കൂടാതെ അത് 25% ഇമ്പോർട്ടൻസ് ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ആ പഠിച്ചത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായി ആ ഒരു ടോപ്പിക്കിന്റെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കും. അതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. ഈ പഠിച്ചത് വെച്ചിട്ട് എനിക്ക് മുന്നേ വർഷത്തെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒന്നുകൂടി കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചതെന്നനുസരിച്ച്. എന്നിട്ട് യൂണിറ്റ് എക്സാം എഴുതണം, സബ്ജക്റ്റിന്റെ മോഡൽ എക്സാമിൽ എഴുതണം. മിനിമം ഒരു 100 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. മിനിമം ഒരു എക്സാമിനൊരു സിലബസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ നമ്മൾ പറയും മറ്റുള്ളവരുടെ മുന്നിലെത്താൻ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് സാധിക്കുക, അല്ലെങ്കിൽ എക്സാം ടഫ് ആയാലും എളുപ്പമായാലും നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ലെവലിൽ നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, ആ ഒരു മിനിമം ലെവൽ നമുക്ക് എപ്പോഴും എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കി വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനാദ്യം ചെയ്യേണ്ടത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കും. അല്ലാതെ എക്സാമിന് അറിയാതെ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും അതുപോലെ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ ഇത് മാർഗമായി മാറില്ല.
നിങ്ങൾ മാർഗാക്കി മാറ്റുക. അതാണ് അവിടെ വേണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് 4 കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാം. തിയറി നന്നായിട്ട് റിവിഷൻ ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും റിവൈസ്. മറന്നുപോകും, ഉറപ്പായിട്ട് മറന്നുപോകും നമ്മളെല്ലാവരും. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഒരു 3 4 5 മാസം കൊണ്ടൊക്കെ പഠിച്ച് തീരുമെന്നുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക. ഇത് നമ്മൾ 4 വർഷം കൊണ്ട് പഠിക്കുന്ന സിലബസ് ആണ്. അത്യാവശ്യം 14 സബ്ജക്ട്സോളം പഠിക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ അത്യാവശ്യം സമയം വേണം. അതൊരു 3 4 മാസം കൊണ്ട്, ഒരു 6 മാസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഇത് പഠിക്കാനേ പറ്റും, ഇല്ലാന്ന് പറയുന്നില്ല. ഇല്ലാതെ ജോലിയുടെ കൂടെയും, നമുക്ക് എല്ലാവർക്കും ജോലിയുടെ വരാം, അതിന്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോങ് ടൈം ആയിട്ട് പ്ലാൻ ചെയ്ത് എന്നെ പഠിക്കുക, 1 വർഷം എന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്യുക. അല്ല എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ ഇതൊന്നും പ്രോപ്പറായിട്ട് തീരില്ല. സോ അതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. സോ വേറെ ഒന്നും കൊണ്ടല്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞ കുറെ എക്സാമ്പിളായിട്ട് ഒരേ മിസ്റ്റേക്കുകളാണ് ഉദ്യോഗാർത്ഥികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താലും എക്സാം കഴിയുമ്പോൾ ഓരോ പരസ്യങ്ങളാണ് അതിന്റെ വഴിക്ക് പോകുന്നു. പിന്നെ അവസാനം ഒരു അവിയൽ പരുവാകുന്നു, അവസാനം എന്തൊക്കെ കാണിക്കുന്നു, എക്സാം കഴിയുമ്പോൾ വീണ്ടും വിളിച്ച് വിഷമമാണ്. നമുക്ക് കിട്ടുന്ന എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുക, കിട്ടുന്ന അവസരങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. അവിടെ നമ്മൾ റിസ്ക് എടുക്കരുത്. നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഇത്ര സിലബസ് ആണുള്ളതെങ്കിൽ ആ സിലബസിന് ഞാൻ പറഞ്ഞില്ല, ആ നീറ്റ് എൻട്രൻസിനൊക്കെ അവർ എങ്ങനെയാണോ പഠിക്കുന്ന കുട്ടികൾ പെർഫെക്റ്റ് ആയിട്ട് 100% പഠിച്ചു തീർത്തു എന്നും ആ ഒരു കോൺഫിഡൻസോട് കൂടി കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് പോകാൻ പറ്റണം. നമുക്ക് ഒരു സിലബസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പഠിക്കണം, കംപ്ലീറ്റ് അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം. എന്നിട്ട് പോയി എക്സാം എഴുതിയിട്ട് നിങ്ങൾ നോക്കും. ഞാൻ പറയാം, രണ്ടും ഇനി വരുന്ന നഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ രണ്ടും സെറ്റഡ് പോസ്റ്റാണ്. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലാതെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ജോബ് പ്രൊഫഷനാണ്. മാത്രമല്ല ഗസറ്റഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അത്യാവശ്യം വിലയും നിലയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന നല്ല പോസ്റ്റുകളിലേക്ക് എത്താൻ പറ്റുന്ന എക്സാമുകളാണ്. സോ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ആ ഒരു ലെവലിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ. സോ ഇനി ഒരു എക്സാമിന് മിസ്റ്റേക്ക് വരുത്താൻ നിങ്ങൾക്ക് അവസരമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കും. ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നല്ല പറയുന്നത്, നിങ്ങൾ ആ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ സിലബസുകൾ പഠിത്ത കൃത്യമായിട്ട് എക്സാമിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കും. നമ്മൾ പറയുന്നത് പോലെ പഠിച്ചാൽ മതി, പക്ഷെ അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകണം, ഞാൻ ഈ പഠിക്കാൻ തന്നെയാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നത്, സാറ് പഠിപ്പിക്കാൻ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന നോട്ട് തന്നെയാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. ആ ഒരു ഉറപ്പ് നമുക്കില്ല എങ്കിൽ നമ്മൾ പഠിക്കുന്നത് വെറുതെയാണ്. യെസ്, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. നമുക്ക് ലാസ്റ്റ് നഴ്സിംഗ് ട്യൂട്ടർ എക്സാം നടന്നത് നോട്ടിഫിക്കേഷൻ വന്ന 2021 122/2021 ലാസ്റ്റ് എക്സാമിന്റെ കാറ്റഗറി വരുന്നത്. ദെൻ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞ ഇപ്പോൾ 50,200 ബേസിക്. ദെൻ 1,05,300 വരെയാണ് സ്കെയിൽ വരുന്നത്. പ്ലസ് ഇപ്പോൾ ഡി എന്ന് പറയുന്നത് 18% ഡി എയും കൂടി വരുന്നുണ്ട്. സോ ഗസറ്റഡ് പോസ്റ്റ് ആണ്. ബേസിക് തന്നെ 50,200 പ്ലസ് 18% ഡി ആണ്. പിന്നെ HRI, സിറ്റി കോമൺ സെക്ടർ അലവൻസും ഒക്കെ ചില ജില്ലകളിലുണ്ട്. HRI എല്ലായിടത്തും. സോ ഇതെല്ലാം ഇതിന്റെ ആനുകൂല്യങ്ങളാണ്. പിന്നെ നഴ്സിംഗ് ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ DHSന്റെ കീഴിൽ വരുന്ന, ഹെൽത്ത് സർവീസിന്റെ കീഴിൽ വരുന്നതാണ്. ലാസ്റ്റ് എക്സാമിന്റെ വേക്കൻസി വിളിച്ചിരുന്നത് 2 വേക്കൻസീസിലേക്കായിരുന്നു. നിലവിൽ ഇപ്പോ 13 നിയമനങ്ങളാണ് നിലവിൽ ലാസ്റ്റ് എക്സാമിൽ നടന്നിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞ കേരള PSC എക്സാമിന്റെ ലിസ്റ്റിൽ നിന്നാണ്. ഇതുപോലെ അപ്പുറത്ത് സർവീസ് സൈഡിൽ നടന്നിട്ടുണ്ട്. സീനിയോറിറ്റിയുടെ ബേസിസിൽ മാത്രം എക്സാം പോലും എഴുതാതെ DHSൽ നിന്ന് ഒരു എക്സാം എഴുതാതെ സീനിയോറിറ്റിയുടെ മാത്രം ബേസിസിൽ കയറുന്നുണ്ട്. 3 പേര് കയറുമ്പോഴാണ് ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് പഠിച്ച, വളരെ നല്ല രീതിയിൽ പഠിച്ച് നല്ല എക്സാം എഴുതി നല്ല മാർക്കിൽ വരുന്ന, നല്ല റാങ്കിൽ വരുന്ന ഒരാൾക്ക് ജോലി കിട്ടുന്നത് എത്രത്തോളം വലിയൊരു അനീതിയാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പ്രതികരിക്കാൻ പറ്റുന്നതിൽ പ്രതികരിക്കുക, അത്രേ പറയാനുള്ളൂ. ഓക്കെ, അതിന് മുന്നത്തെ എക്സാമില്, തൊട്ട് മുന്നത്തെ എക്സാം, ഇതിന് മുന്നേ നടന്ന എക്സാമില് 35 നിയമനങ്ങൾ നടന്നു. ആ 35 നിയമനങ്ങൾ അവസാനം അവര് കേസൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് കുറച്ചുകൂടി പോസ്റ്റുകൾ നടന്ന ആ ഒരു 35 ലെവലിലേക്ക് എത്തിയത്. അപ്പോഴും സ്ഥിതി ഇതൊക്കെ തന്നെയായിരുന്നു. റാങ്ക് ലിസ്റ്റ് തൊട്ട് നിലവിൽ വരുന്നതിന് മുന്നേ സർവീസ് സൈഡിൽ നിന്നും ഒരു നിശ്ചിത എണ്ണം അവര് സർവീസ് സൈഡിൽ നിന്ന് കയറ്റും. അതിന്റെ തൊട്ട് അവിടെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും ചെയ്യും. ഇതൊക്കെയാണ് നഴ്സിംഗ് ട്യൂട്ടറിന്റെ ഇതിൽ നടക്കുന്നത്. സോ അതൊരു ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു, കാരണം 3:1 എന്ന് പറയുന്നത് എക്സാം പോലും എഴുതാതെ കയറുക എന്നൊക്കെ പറയുന്നത് തികച്ചും അനീതി തന്നെയാണ്. സോ ഈ 35 പേരിൽ എത്തുക എന്ന് പറയുന്നത് നിങ്ങൾ വലിയൊരു കടമ്പയൊന്നുമില്ല.
കട്ട് ഓഫ് മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഈ നല്ല റാങ്കിൽ വരുന്നവർ തന്നെയാണ്, അതിലും പഠിക്കുന്നവർ തന്നെയാണ് നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിലും ആദ്യ റാങ്കിൽ വരുന്നത്. അതിലൊരു ഡൗട്ടും വേണ്ട. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ നേഴ്സിംഗ് ട്യൂട്ടർ എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഇതിന്റെ കൂടെ വരും. ഇതിലും കുറെ പേര് ആ എക്സാമിലേക്കും പോകും. ഈ നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് റാങ്ക് ലിസ്റ്റ് വരുന്നവർ തന്നെ കുറെ പേര് അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് പോകും. അതാണ് കഴിഞ്ഞ 2 റാങ്ക് ലിസ്റ്റിലും സംഭവിച്ചത്. സോ അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് ട്യൂട്ടറിൽ കുറച്ചുകൂടെ പുറകിലെന്നും നിയമനം നടക്കും. അവർ കുറച്ച് കഴിയുമ്പോൾ അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് പോകും. അപ്പൊ അങ്ങനെ കുറച്ചുകൂടി അഡ്വാൻറ്റേജും ഈ നേഴ്സിംഗ് ട്യൂട്ടർ എക്സാമിനുണ്ട്. സോ BSc പഠിച്ചാൽ കിട്ടില്ല എന്നുള്ളതൊന്നുമല്ല. BSc കയറി ഒത്തിരി പേരുണ്ട്, നമുക്ക് അടുത്ത് അങ്ങോട്ട് മനസ്സിലാക്കാം. സോ അപ്പൊ 2021 എക്സാം വിളിച്ചത്. 122 2021 ലാസ്റ്റ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 30/4/2021 നോട്ടിഫിക്കേഷൻ വന്നത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള 2/6/2021 ആയിരുന്നു. എക്സാമിനേഷൻ നടന്നത് 1 വർഷത്തിന് ശേഷമാണ് എക്സാം നടന്നത്. 1 വർഷത്തിന് ശേഷം 2022 ഒക്ടോബർ 21 എക്സാം നടന്നത്. സോ ആ എക്സാം വന്ന് 1 വർഷത്തിലധികം അവർക്ക് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ എക്സാം വഴി. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. സോ അപ്പൊ 2022 ഒക്ടോബർ 21 എക്സാം നടന്നത്. അതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറി. നമ്മുടെ നോർമൽ PSC ഏജ് തന്നെയാണ്. 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് വരുന്നത്. OBCയുടെ കാറ്റഗറി ഏജ് റിലാക്സേഷൻ 3 വർഷമുണ്ട്. സോ 39 വയസ്സ് വരെ എഴുതാം. SC/ST കാറ്റഗറി ആണെങ്കിൽ 41 വയസ്സ് വരെയാണ് എക്സാം എഴുതാൻ പറ്റിയത്. നമ്മുടെ നോർമൽ PSC ഏജ് ലിമിറ്റ് തന്നെയാണ്. ഇനി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പലരും ധരിച്ചു വെച്ചിട്ടില്ല MSc നഴ്സിംഗ് ഒന്നും അല്ല, BSc നഴ്സിംഗ് തന്നെയാണ്. MSc നഴ്സിംഗ് ഓർ BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഉണ്ടാവണം. കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടാകണം. ഇതാണ് ക്രൈറ്റീരിയ കേട്ടോ. BSc നഴ്സിംഗുകാർക്കും പോസ്റ്റ് ബേസിക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് എക്സാമിന്റെ റിസൾട്ട് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 21/12/2023 വീണ്ടും 1 വർഷങ്ങൾക്ക് ശേഷം 21/12/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. നിങ്ങൾ ഓർക്കേണ്ടത് ഈ റാങ്ക് ലിസ്റ്റിന് അടുത്ത വർഷം ഡിസംബർ 21 വരെ കാലാവധിയാണ്. 2026 ഡിസംബർ 21 വരെ കാലാവധിയുണ്ട്. നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്ന പോലെ ഇപ്പോഴത്തെ എല്ലാ റാങ്ക് ലിസ്റ്റുകളും PSCയുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞാൽ 3 വർഷത്തെ കാലാവധി എന്നാണോ കഴിയുന്നത് അന്ന് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. നമ്മൾ DHS എക്സാം എല്ലാ ജില്ലയിലും അല്ലെ ഓരോ ജില്ലയിലും ഓരോ ദിവസമാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 3 മാസം കൊണ്ടാവുന്നത്. സോ ഓരോ ജില്ലയിലും എന്നാണോ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷം കംപ്ലീറ്റ് ആയത് ആ ദിവസം അടുത്ത എക്സാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ DHS എക്സാം റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് കൃത്യം 1.5 വർഷമായപ്പോ അടുത്ത എക്സാം പിടിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയാം അടുത്ത മെയ് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ അടുത്ത മെയ് ആ സമയത്ത് അടുത്ത വർഷം വീണ്ടും DHS നോട്ടിഫിക്കേഷൻ പറഞ്ഞു. 1.5 വർഷം ആകും അപ്പോൾ. കാരണം ഇപ്പൊ ഇന്റർവ്യൂയും കൂടി ഉണ്ട് അല്ലെ. ഇന്റർവ്യൂയും കൂടി ഉണ്ടതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു 6 മാസം എക്സ്ട്രാ എടുക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. മറ്റേ ഷോർട്ട് ലിസ്റ്റ് വന്ന് വെരിഫിക്കേഷൻ മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് ഇന്റർവ്യൂയും കൂടി ഉണ്ട്. നേഴ്സിംഗ് ട്യൂട്ടർ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൾറെഡി ഇന്റർവ്യൂ ഉണ്ട്. അല്ലാതെ നമ്മൾ സ്റ്റാഫ് നേഴ്സിന്റെ എക്സാം ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോൾ നടന്ന DME എക്സാം ജൂലൈ 18 നടന്ന DME എക്സാം അതിന്റെയും കാലാവധി അടുത്ത വർഷം ജനുവരി വരെ ഉണ്ട്. 2026 ജനുവരി ലാസ്റ്റ് വരെ ഉണ്ട് കാലാവധി. അതിന്റെ എക്സാം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം ഡിസംബർ ലാസ്റ്റ് അല്ലെ ഡിസംബർ 15 വന്നത്. മനസ്സിലാവുന്നുണ്ടോ? 2027 ജനുവരി അല്ലെങ്കിൽ 26 ജനുവരി വരെ കാലാവധി ഉള്ളതാണ്. 2026 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പൊ എക്സാം കഴിഞ്ഞത്. അടുത്ത 2026 ജനുവരിയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിയിലാണ് എക്സാം നടന്നിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ വർഷം ലാസ്റ്റില് നേഴ്സിംഗ് ട്യൂട്ടർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ നോട്ടിഫിക്കേഷൻ വരണം. കാരണം അടുത്ത വർഷം ഡിസംബർ വരെയാണ് നേഴ്സിംഗ് ട്യൂട്ടറിന്റെ കാലാവധി ഉള്ളത്. അതിന്റെ തൊട്ടടുത്ത മാസം 2027 ജനുവരി വരെയാണ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ കാലാവധി ഉള്ളത്. ഇത് രണ്ടും ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, കാരണം 3 വർഷം കൊണ്ട് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നേ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ 2 എക്സാം ഈ വർഷം ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത വർഷം ലാസ്റ്റ് ആണ് കാലാവധി കഴിയുന്നത്. അപ്പൊ ഈ വർഷം വരികയാണെങ്കിൽ അടുത്ത വർഷം ഒരു പകുതിയോടുകൂടി എക്സാം നടന്നേ പറ്റുള്ളൂ.
അപ്പൊ ഇപ്പോഴേ നിങ്ങൾ ഈ 2 എക്സാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിലധികം സമയം നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സമയം കിട്ടും. സോ നോക്കി, അപ്പൊ കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 37.67 മാർക്ക്. വെറും 38 പേരെ മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, വെറും 38 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് പോലും കട്ട് ഓഫ് മാർക്ക് നിൽക്കുന്ന വെറും 37.67 മാർക്ക്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഇപ്പൊ നിങ്ങൾ DME എക്സാമിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ആൻസർ ചെയ്ത്, നിങ്ങൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്തവരാണ്. നമ്മുടെ PSC എക്സാമിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും DME എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തവരാണ്. മീൻസ് നമ്മുടെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്തവരാണ്. പക്ഷെ അതിന്റെ കട്ട് ഓഫ് വെറും 38 പേരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടും 37.67 മാർക്കേ ഉള്ളൂ കട്ട് ഓഫ്. ആ മാർക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. ഇനി ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് നോക്കി, 55.33 മാർക്കാണ്. ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയ വ്യക്തി തന്നെയാണ് അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഫസ്റ്റ് റാങ്കിൽ വന്നത്. അതുപോലെ 3ാം റാങ്ക് കിട്ടിയ വ്യക്തി തന്നെയാണ് അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ 2ാം റാങ്കിൽ വന്നത്. അതുപോലെ ഷിജി, അതുപോലെ പാർവതി, ഇവരൊക്കെ അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസറിലുള്ളവരാണ്. സോ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ച് പഠിച്ചാൽ നമുക്കും ഈ മാർക്കിലൊക്കെ ഈസി ആയിട്ട് എത്താൻ പറ്റും. വെറും 55 ഉള്ളൂ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. 38 വരെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടും വെറും 37.67 മാർക്കേ ഉള്ളൂ കട്ട് ഓഫ്. അതിന്റെ മുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം, അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എത്ര വലിയ ആനക്കാര്യങ്ങൾ പഠിച്ചാലും, വലിയ വലിയ കണ്ടന്റ് പഠിച്ചാലും നമുക്ക് സ്കോർ മതി, ഒരു നിശ്ചിത സ്കോർ മതി. ആ സ്കോർ ആക്കി മാറ്റാം. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻസ് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് 60 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തവരാണ് നേഴ്സിംഗ് ഡ്യൂട്ടി ക്വസ്റ്റ്യൻ പേപ്പർ. നമുക്കും പറ്റും ഇതൊക്കെ. സോ ഒന്ന് മനസ്സിലാക്കി തന്നെ ഞാൻ ഇതെല്ലാം എക്സാമ്പിളായിട്ട് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. 50 മാർക്കൊന്നും വലിയ മാർക്കല്ല നിങ്ങൾക്ക്. അല്ലാതെ MSCക്കാർക്ക് മാത്രമല്ല അത് എക്സാം ഉള്ളത്. ഇതില് ശ്രീലക്ഷ്മി ഒക്കെ BSc ആണ്. സോ അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ എക്സാമിന് അറിഞ്ഞ് പ്രിപ്പയർ ചെയ്ത് നമുക്കും നേഴ്സിംഗ് ട്യൂട്ടർ പോസ്റ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ഒന്നും ബാലികേറ മലയല്ല. കാരണം ഇതിനൊക്കെ ഒരു മാർക്ക് നിങ്ങൾ നോക്കുക. ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് ഇതിനകത്ത് വരാൻ നമ്മളെ കൊണ്ടും പറ്റും. ഇനി അതിന് മുന്നത്തെ എക്സാം കൂടി ഒന്ന് നോക്കാം. സോറി, യെസ്, അതിന് മുന്നത്തെ എക്സാം എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ 30/3/2017 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് 46.33 മാർക്കായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ പറഞ്ഞ പോലെ റിസർച്ച് ഒന്നും ഇത്രയും വലിയ ക്വസ്റ്റ്യൻ വരുന്നത്, അതായത് GK ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നോക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. സോ മെയിൻ ലിസ്റ്റിൽ 64 പേരാണ് ഉൾപ്പെടുത്തിയത്. അതിന് കട്ട് ഓഫ് 46.33 മാർക്ക്. ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് അവിടെയും 58 മാർക്കേ ഉള്ളൂ. സോ ഒന്നും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ച് സിലബസ് മനസ്സിലാക്കി കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിന്റെയും സ്കോറാക്കി മാറ്റാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ മാർക്കിലൊക്കെ ഈസി ആയിട്ട് എത്താൻ പറ്റും. അത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ANM എക്സാം ആയിക്കോട്ടെ, JPHM എക്സാം ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ, നേഴ്സിംഗ് ട്യൂട്ടർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, ഏത് എക്സാം ആണെങ്കിലും എക്സാമിനെ നമ്മൾ മനസ്സിലാക്കാതെ എത്ര പഠിച്ചിട്ടും നമുക്ക് സ്കോർ ആവില്ല. അത്ര ഞാൻ പറയുന്നത്. നമ്മൾ എക്സാമിനെ മനസ്സിലാക്കുക, അതിന്റെ കൃത്യമായൊരു മൈൻഡ് മാപ്പ് നമുക്കുണ്ടാവാം. നമ്മൾ ഓരോ സബ്ജക്ട്സും എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് പഠിച്ചു തീർക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞാൻ പ്രിപ്പയർഡ് ആകണം, അതിന്റെ ഒരു കൃത്യമായ ഒരു മൈൻഡ് മാപ്പ് നമുക്ക്. സോ ഇപ്പൊ ലാസ്റ്റ് നടന്ന എക്സാമിന്റെ അഡ്വൈസ് സ്റ്റാറ്റസ് ഇതാണ്. ഇതിന് മുന്നേ 35 ആയിരുന്നു ഞാൻ പറഞ്ഞു. 35 പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഇതിൽ 13 ഇതുവരെ നടന്നിട്ടുള്ളത് 13 അഡ്വൈസ് ആണ് നടന്നിട്ടുള്ളത്. ഓപ്പൺ കാൻഡിഡേറ്റ് 10th റാങ്ക്, EWS ഒരു സപ്ലിയിൽ നിന്ന് ഫസ്റ്റ് ആയിട്ട് തന്നെ അപ്പോയിന്റ്മെന്റ് നടന്നത് ജ്യോതി എന്ന് പറയുന്ന നമ്മുടെ സ്റ്റുഡന്റ് ആണ്. ഈഴവ 8, മുസ്ലിം 6, OBC 4th, വിശ്വകർമ്മ സപ്ലിയിൽ നിന്ന് ഫസ്റ്റ്, SIC നാടർ അത് ഫസ്റ്റ് റാങ്ക് തന്നെയാണ്, വിത്തിൻ OC അത് ഫസ്റ്റ് റാങ്ക് ആണ്. അതുപോലെ ഇത്രയുമാണ് ടോട്ടൽ 13 അഡ്വൈസ് ആണ് ഇപ്പൊ കഴിഞ്ഞ എക്സാം നടന്നത്. ഇനിയും അടുത്ത ഡിസംബർ വരെ കാലാവധി ഉണ്ട്. സോ നമുക്കൊരു 25 പോസ്റ്റിംഗിൽ നമുക്ക് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ അപ്പൊ BSc ആണ് ക്വാളിഫിക്കേഷൻ. സോ ഈ ടീച്ചിങ് ഒക്കെ പാഷൻ ആയിട്ടുള്ളവര്, അല്ലെങ്കിൽ ടീച്ചിങ് ജോബൊക്കെ നല്ല താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും.
സോ അങ്ങനെ ആഗ്രഹിക്കുന്നവര്, അതുപോലെ MSc ക്വാളിഫിക്കേഷനുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ അടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവര്, ഇവരെല്ലാവരും നിങ്ങൾ നഴ്സിംഗ് ട്യൂട്ടർ എക്സാം വളരെ സീരിയസ് ആയിട്ട് കാണണം. കാരണം നഴ്സിംഗ് ട്യൂട്ടർ നല്ല റാങ്കുകൾ മേടിക്കുന്നവർ തന്നെയാണ് അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസറിൽ MSc ക്വാളിഫിക്കേഷൻ ഉള്ള അസിസ്റ്റന്റ് പ്രൊഫസറിൽ നല്ല റാങ്കിലേക്ക് വരുന്നത് നഴ്സിംഗ് ട്യൂട്ടർ നല്ല റാങ്ക് മേടിക്കുന്നവർ തന്നെയാണ്. സോ ഇത് രണ്ടും ഒരു ലക്ഷ്യമായിട്ട് തന്നെ കാണുക. അതുപോലെ BSc-കാരെയും നിങ്ങൾക്കും ഈ മാർഗിലേക്കൊക്കെ എത്താൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈസി ആയിട്ട് എത്താൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് പ്രയോറിറ്റി മനസ്സിലാക്കി പഠിക്കുക, കൃത്യമായിട്ട് PSC-യുടെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മനസ്സിലാക്കി അതിൽ നമ്മൾ ഉറപ്പിക്കേണ്ട മാർക്കുകൾ കൃത്യമായിട്ട് ഉറപ്പിച്ച് പഠിക്കുക. ഞാൻ വീണ്ടും പറയും, മൈനർ സബ്ജക്ട്സുകളുടെ മാർക്ക് 35-40 ചോദ്യങ്ങൾക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്ന മാർക്ക് തന്നെ ആയിരിക്കും നേഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും സ്റ്റാഫ് നേഴ്സ് ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഒക്കെ റാങ്ക് തീരുമാനിക്കുന്നത് ആ സബ്ജക്ട്സിന്റെ മാർക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ മാർക്കുകൾ പഠിച്ചത്, അല്ലെങ്കിൽ അതിന്റെ അത്രയും നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ സബ്ജക്ട്സിൽ പഠിച്ചത്. അതിന് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടും അല്ലെ. സോ അത് കൃത്യമായിട്ട് എക്സാമിനെ മനസ്സിലാക്കുക, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ നമ്മുടെ നഴ്സിംഗ് ട്യൂട്ടറിന്റെ ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ നാളെയല്ല, നമ്മൾ ഓഗസ്റ്റ് 3-ാം തീയതി മുതലാണ് ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ ലൈവ് ക്ലാസ്സുകൾ സൂം ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. അതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആകും. അതുപോലെ PPT ഈ PDF നോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ തിയറി നോട്ട് ഫോൾഡറിനകത്ത് ആ പഠിക്കുന്ന ടോപ്പിക്കിന്റെ തിയറി നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആകും. ദെൻ നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഓരോ സബ്ജക്ട്സിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ ആക്റ്റീവ് ആയിരിക്കും. സോ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ തിയറി നോട്ട് പഠിക്കുമ്പോൾ തിയറി നോട്ട് ഫോൾഡറിൽ PDF വ്യൂ ആയിട്ട് തന്നെ നിങ്ങൾക്ക് തിയറി നോട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അറിയാം തിയറി നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ടോപ്പിക്കിനകത്തുള്ള പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ എക്സാം പോയിന്റിന്റെയും ബ്രാക്കറ്റിൽ ഉണ്ടാകും. അത് ഏത് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ഏത് ഓൾ ഇന്ത്യ എക്സാമിന് ചോദിച്ചാണ്, ഏത് MSc എൻട്രൻസിന് ചോദിച്ചതാണ്, ഏത് നഴ്സിംഗ് ട്യൂട്ടറിന് ചോദിച്ചതാണ്, ഏത് അസിസ്റ്റന്റ് പ്രൊഫസറിന് ചോദിച്ചതാണെന്നുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഓരോ എക്സാം പോയിന്റിന്റെയും ബ്രാക്കറ്റിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരിക്കലും അതിനകത്ത് മിസ്സാവില്ല. നോട്ടിനകത്ത് ആ നോട്ട് പഠിക്കുമ്പോൾ തന്നെ എന്താണ് അതിനകത്ത് പ്രീവിയസ് എക്സാമുകൾക്ക് ഓൾ ഇന്ത്യ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ നോട്ടിനകത്ത് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സോ ആ നോട്ട് കൃത്യമായിട്ട് പഠിക്കുക. നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പഠിച്ച നോട്ടിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണോ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡറിനകത്ത് പോയി അറ്റൻഡ് ചെയ്യാം. സോ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് 14 സബ്ജക്ട്സുകളുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം റിസർച്ച് കൊടുത്തിട്ടുണ്ട്. റിസർച്ചിന്റെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നഴ്സിംഗ് റിസർച്ച് ആണ് പഠിക്കുന്നതെങ്കിൽ അതിന്റെ തിയറി നോട്ട് പഠിക്കുന്നു. അതിനുശേഷം ആ ടോപ്പിക്കിൽ നിന്നുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഓൺലൈൻ എക്സാം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് നോക്കാം. എനിക്ക് ഈ ചോദ്യങ്ങൾ പ്രീവിയസ് എക്സാമിന് ഈ ടോപ്പിക്കിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ദെൻ റിസർച്ച് പ്രോബ്ലം, റിസർച്ച് വേരിയബിൾസ്, ഇങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് വന്ന് അതിൽ നിന്നുള്ള ഇതുവരെയുള്ള എക്സാമിൽ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഓൺലൈൻ എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കായിട്ട് തന്നെ അതിൽ തിയറി പഠിക്കുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അവൈലബിൾ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ഫോൾഡർ എന്ന് പറയുന്നത് യൂണിറ്റ് ടെസ്റ്റുകളാണ്. ഇത് കൂടാതെ നമുക്കറിയാം നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും ആ ടോപ്പിക്കിന്റെ ലൈവ് ക്ലാസ് ടെസ്റ്റ് അടുത്ത ക്ലാസ്സിൽ മുന്നേ എക്സാം നമുക്ക് ക്ലാസ്സിലുണ്ടാവും. ഇത് കൂടാതെ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു 2-3 ടോപ്പിക്കുകൾ ചേരുമ്പോൾ നമ്മൾ അതിന് ഒരു യൂണിറ്റ് എന്ന് പറയും. യൂണിറ്റ്. സോ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, നമ്മൾ യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ്, നഴ്സിംഗ് തിയറീസ്, പ്രൊഫഷൻ, ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ നഴ്സിംഗ്. അത്രയും പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ തിയറി നോട്ടും പഠിച്ച് അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 4 ടോപ്പിക്കിന്റെ ഒരു യൂണിറ്റ് എക്സാം 25 ക്വസ്റ്റ്യൻസിന്റെ യൂണിറ്റ് എക്സാം ഫോൾഡറിനകത്ത് അറ്റൻഡ് ചെയ്യണം. യൂണിറ്റ് 2ന്റെ എക്സാം ഉണ്ട്. യൂണിറ്റ് 3 എന്നുള്ള വൈറ്റൽ സയൻസ് മാത്രമാണ്. യൂണിറ്റ് 4 ഒരു മോഡൽസ് ഓഫ് നഴ്സിംഗ് കെയർ, ബോഡി മെക്കാനിക്സ്, മെഡ്സോർ, പൊസിഷൻ, കംഫോർട്ട് ഡിവൈസസ്. ഇത്രയും ടോപ്പിക് പഠിച്ചിട്ട് ഇതിന്റെ 25 ക്വസ്റ്റ്യൻസിന്റെ എക്സാം അറ്റൻഡ് ചെയ്യാം. സോ അങ്ങനെ ഓരോ യൂണിറ്റിന്റെയും യൂണിറ്റ് എക്സാംസ് 25 ക്വസ്റ്റ്യൻ വെച്ച് യൂണിറ്റ് എക്സാം ഫോൾഡറിൽ അറ്റൻഡ് ചെയ്യാം. ദെൻ അങ്ങനെ ഒരു 10, 12, 15 യൂണിറ്റ് എക്സാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആവും. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയാൽ ഓരോ സബ്ജക്ട്സിനും മിനിമം 10 മോഡൽ എക്സാംസ് ഉണ്ട്. മിനിമം 10 മോഡൽ എക്സാംസ് ഉണ്ടാവും. മോഡൽ എക്സാമുകൾ എന്ന് പറഞ്ഞാൽ 50 ചോദ്യങ്ങളാണ് വരുന്നത്.
ദെൻ അതുപോലെ ഒരു ഫൈനൽ റിവിഷൻ എക്സാം, 2 എക്സാം നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടാകും. ഇത് കൂടാതെ ഈ സബ്ജക്ട് എക്സാം കൂടാതെ ഓരോ സബ്ജക്ട്സിനും 2 ഫൈനൽ റിവിഷൻ എക്സാം ഉണ്ട്. അത് 100 ചോദ്യങ്ങളാണ്. ഇതൊക്കെ മിനിമം ആണ്. സൈക്കാട്രിക്ക് ആണെങ്കിൽ 30-ലധികം പ്രീവിയസ് എക്സാം മോഡൽ എക്സാംസ് ഉണ്ട്, സോറി സബ്ജക്ട് എക്സാമുകളുണ്ട്. അല്ല OB ഒക്കെ ആണെങ്കിൽ 20ഓളം എക്സാമുകൾ വരും. സോ മിനിമം നിങ്ങൾക്ക് 10 മോഡൽ എക്സാംസ് എങ്കിലും ഓരോ സബ്ജക്ട്സിനും ഓരോ മാസവും റിവിഷൻ ചെയ്ത് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കേരള PSCയുടെ എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും, അതുപോലെ നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഇത് കൂടാതെ ഒരു 30ഓളം മറ്റ് സംസ്ഥാനങ്ങളിലെ നഴ്സിംഗ് ട്യൂട്ടർ, ലെക്ചറർ ഇൻ നഴ്സിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, പ്രിൻസിപ്പൽ, അതായത് കോളേജ് ഓഫ് നഴ്സിംഗിലെ പ്രിൻസിപ്പൽസിന്റെ എക്സാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ എയിംസുകളിലും എക്സാം നടക്കുന്നുണ്ട്. എയിംസുകളിലെ നഴ്സിംഗ് ട്യൂട്ടർ അല്ലെങ്കിൽ ലെക്ചർ ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ എക്സാമിന്റെ പ്രശ്നം, അങ്ങനെ ഒരു 30-ലധികം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നഴ്സിംഗ് ട്യൂട്ടറിന്റെയും അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസറിന്റെയും കൂടി ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഫോൾഡറിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടാണ്, ആക്റ്റീവ് ആക്കിയിട്ടില്ലാത്ത കേട്ടോ. അതും ഒരു 30-ലധികം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 60-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നുണ്ട്. 35 ക്വസ്റ്റ്യൻ പേപ്പർ എന്തോ വരുന്നുണ്ട്. ഈ എയിംസിന്റെ നഴ്സിംഗ് ട്യൂട്ടർ, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ, അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ പ്രിൻസിപ്പൽ പോസ്റ്റുകളുടെ എല്ലാം കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ 35ഓളം നഴ്സിംഗ് ട്യൂട്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ആ ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ PhD നഴ്സിംഗ് എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറും ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ട സബ്ജക്ട്സുകളുടെ മാർക്കുകൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇതൊക്കെയാണ്. നഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അല്ലാതെ JPHന്റെ ANMന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളല്ല ഇനിയും വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. പക്ഷെ അവിടെ തുടങ്ങണം. നിങ്ങൾ തുടങ്ങേണ്ടത് JPHന്റെ ANMന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്, പോസ്റ്റ് BSCയുടെ ഒക്കെ. അവിടെ നിന്ന് സ്റ്റാഫ് നേഴ്സിലേക്ക് പോകണം, അല്ലെങ്കിൽ പോസ്റ്റ് BSC കഴിഞ്ഞ അടുത്ത MSc എൻട്രൻസിലേക്ക് പോകണം. ദെൻ അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി പോലുള്ള എക്സാം ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാമിലേക്ക് പോകണം. ദെൻ നഴ്സിംഗ് ട്യൂട്ടറിലേക്ക് പോകണം, ലെക്ചർ പോസ്റ്റുകളിലേക്ക് വേണം, അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക് പോകണം, ദെൻ പ്രിൻസിപ്പൽ പോസ്റ്റുകളിലേക്ക് പോകണം. അതിലൂടെ SNO പോസ്റ്റ്, നഴ്സിംഗ് സൂപ്രണ്ടിന്റെ എക്സാം, അതെല്ലാം ഈ ലെവലിൽ വരുന്ന എക്സാമുകളാണ്. ദെൻ ഏറ്റവും അവസാനം PhD നഴ്സിംഗ് എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകണം. ഇങ്ങനെ ഓരോ ലെവലായിട്ട് പോകണം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഒരു 2 ലെവലിൽ നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്തിരിക്കണം. ഒന്ന്, മറ്റു ഏതൊരു ഉദ്യോഗാർത്ഥിയും എഴുതുന്ന ഒരു സാധാരണ ചോദ്യം, അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ ചോദ്യം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരാൾ എഴുതുന്ന ഒരു ചോദ്യം എനിക്കും എഴുതാൻ പറ്റും. ഏതൊരാളും എഴുതുന്ന ഒരു ചോദ്യം എനിക്ക് എഴുതാൻ പറ്റണം. എങ്കിലേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, അവരുടെ ഒപ്പം എത്തുള്ളൂ. അവരെഴുതുന്ന ഒരു ചോദ്യം, മറ്റുള്ള എല്ലാവരും എഴുതുന്ന ഒരു ചോദ്യം എനിക്ക് എഴുതാൻ പറ്റാതിരിക്കരുത്. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെക്കാളും 1.33 മാർക്കിൽ ഞാൻ പുറകിൽ പോകും. എല്ലാവരും എഴുതുന്ന ഒരു ചോദ്യം ഞാൻ തെറ്റിച്ചാൽ എനിക്ക് കിട്ടേണ്ട ആ ഒരു ചോദ്യത്തിന്റെ 1 മാർക്കും പോയി, അത് തെറ്റിച്ചതിന് 0.33 മാർക്കും പോയി. അപ്പൊ മറ്റുള്ളവരെക്കാളും ഞാൻ അവിടെ 1.33 മാർക്ക് പുറകിൽ പോയി ഒരു ക്വസ്റ്റ്യനിൽ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യത്തെ നമ്മുടെ കടമ്പ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ടു കോംപ്ലക്സ്, ഒരു മീഡിയം ലെവൽ, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യനുകൾ, ANM, JPHN പോലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞാൽ അടുത്ത പോസ്റ്റ് BSc, സ്റ്റാഫ് നേഴ്സ്, MSc എൻട്രൻസ് പോലുള്ള എക്സാമുകൾ ആ ഒരു ലെവലിൽ എത്തണം. ക്ലിയർ? സോ അതിൽ പഠിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം നമുക്ക് മറ്റുള്ളവർ എഴുതുന്ന ചോദ്യങ്ങൾ നമുക്കും എഴുതാൻ പറ്റും. അല്ലാതെ ബേസ് ലെവലാക്കാതെ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രൊഫസറിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ, പാരസെറ്റമോൾ, ആന്റിഡോട്ട് പോലുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യനുകളുണ്ട്. പക്ഷെ അതുപോലും തെറ്റിക്കുന്നവരുണ്ട്. വലിയ കാര്യങ്ങൾ അവരെഴുതും പഠിച്ച്, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലേ, അതുകൊണ്ട് വലിയ കാര്യങ്ങളെല്ലാം പഠിച്ച് അതൊക്കെ എഴുതും. പക്ഷെ ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേറെ ഏതൊരാളും എഴുതുന്ന സിമ്പിൾ ക്വസ്റ്റ്യനുകൾ തെറ്റിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് മറ്റുള്ളവരെക്കാളും നമ്മൾ അവിടെ 1.33 മാർക്കിന് ആ ക്വസ്റ്റ്യനുകളിൽ ബാക്കിലാവും, പുറകിലാവും. നമ്മൾ മറ്റുള്ളവരെക്കാളും ഒരുപാട് മുന്നിലെത്താൻ വേണ്ടിയാണ് വലിയ കാര്യങ്ങൾ കയറി പഠിക്കാൻ പോകുന്നത്. പക്ഷെ പ്രശ്നം അങ്ങനെ പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകും, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോകും, അത് മൈനസ് മാർക്കിലേക്ക് അത് സംഭവിക്കരുത്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു മിനിമം നോളജ് ലെവലിലേക്ക് എത്തണം ആ ഓരോ സബ്ജക്ട്സിന്റെ. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് ഒപ്പം എത്താൻ കഴിയും. മറ്റേതൊരാളും എഴുതുന്ന ഒരു ചോദ്യത്തിന്റെ
ക്വസ്റ്റ്യൻ എനിക്കും എഴുതാൻ പറ്റിയാൽ ഞാൻ അവരുടെ ഒപ്പം എത്തും. അപ്പോഴും നമ്മൾ അവിടെ ഒപ്പമേ എത്തുള്ളൂ. അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മുന്നിൽ കയറണം. അവരുടെ മുന്നിൽ കയറണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവർ ഒരു തവണ വായിച്ച സമയത്ത് നമ്മൾ ചിലപ്പോൾ ആ സബ്ജക്ട്സ് ഒരു 10 തവണ വായിക്കേണ്ടി വരും. അവർ 10 ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത സ്ഥാനത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അവരൊരു 10 മോഡൽ എക്സാം എഴുതിയ സ്ഥാനത്ത് നമ്മൾ ചിലപ്പോൾ ഒരു 50 മോഡൽ എക്സാം എഴുതേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹയർ പോയിന്റുകൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. അവരൊരു MSc എൻട്രൻസോ നേഴ്സിംഗ് ട്യൂട്ടർ ലെവലിൽ പഠിക്കുമ്പോൾ നമ്മൾ PhD എൻട്രൻസിന്റെയും നീറ്റ് PGയുടെയും ഒക്കെ ഉള്ള ഹയർ കമ്പൈൻഡ് മെഡിക്കൽ സർവീസ് പോലുള്ള കുറച്ച് ഹയർ ലെവൽ എക്സാം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ആദ്യത്തെ ലെവൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ലെവലിലേക്ക് പോകാവൂ, മറ്റുള്ളവരുടെ മുന്നിൽ കയറാൻ പോകാവൂ. അല്ല എങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്സാകാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കരുത്. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ANM JPHL ലെവൽ ക്വസ്റ്റ്യൻസ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ പോസ്റ്റ് BSc എൻട്രൻസ്, JHയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പോസ്റ്റ് ബേസിക് എൻട്രൻസ്, MSc എൻട്രൻസ്, ഹോമിയോപ്പതി, ദെൻ IMS സ്റ്റാഫ് നേഴ്സ്, ദെൻ അടുത്തതിന് ശേഷം നഴ്സിംഗ് ട്യൂട്ടർ, ലെക്ചർ നഴ്സിംഗ്, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മറ്റു സംസ്ഥാനങ്ങളിലെ PSC ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മറ്റു സംസ്ഥാനങ്ങളിലെ MSc പോസ്റ്റ് ബേസിക് എന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഓൾ ഇന്ത്യ എക്സാമുകൾ, ദെൻ അടുത്ത അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അസോസിയേറ്റ് പ്രൊഫസർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ദെൻ ഏറ്റവും അവസാനം പ്രിൻസിപ്പൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പോസ്റ്റുകളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, PhD എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ. ഈ ഒരു ലെവൽ വരെ നമ്മൾ എത്തണം. ഇങ്ങനെ സിസ്റ്റമാറ്റിക് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും അവർക്ക് കിട്ടേണ്ട മാർഗം അവർ സ്കോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. ഈ ഓരോ ലെവലിലെ കാര്യങ്ങൾ അവർ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ ഏറ്റവും ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അല്ല നഴ്സിംഗ് ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ എല്ലാം വലിയ വലിയ കാര്യങ്ങളല്ല. ഏറ്റവും ബേസിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് ആൻസർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈ പറയുന്ന 50 മാർക്ക് സിമ്പിളായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചിരുന്നതാണെങ്കിൽ ആദ്യത്തെ റാങ്ക് ഒന്നും 50 മാർക്കിലല്ല നിൽക്കേണ്ടത്. അല്ല, എല്ലാവരും വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പഠിച്ച് മാർക്ക് മേടിക്കുന്നതെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്കിന്റെ മാർക്കൊക്കെയാണ് 70 മുകളിലേക്ക് പറഞ്ഞത്. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. സോ 80 മാർക്കൊക്കെ എന്ന് പറയുന്നത് ഒരു മീഡിയം ലെവൽ മാർക്ക് തന്നെയാണ്. 100-ൽ 50 മാർക്ക് മേടിക്കുക എന്ന് പറയുന്ന ഒരു ആവറേജ് മാർക്കേ ഉള്ളൂ. അത് 50% ആകുന്നുള്ളൂ. ആ 100 ചോദ്യത്തിന്റെ പകുതി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. സോ അപ്പോൾ ഞാൻ പറയുന്നു, ഒന്നുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ മാറ്റണം. നമ്മൾ കുറച്ചുകൂടി സീരിയസ്നെസ് കൊടുക്കണം. നമ്മൾ ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ഒക്കെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ പുറകിലേക്ക് പോകുന്നത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഇത്രയും നല്ലൊരു DME എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 90 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് 50 മാർക്ക് മേടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഓൾ ഇന്ത്യ എക്സാമിനൊക്കെ പോയി കോമ്പീറ്റ് ചെയ്യുന്നത്? വിഷമം തോന്നാൻ പറയുന്നതല്ല. കാരണം അങ്ങനെയാണ് കുട്ടികളും പ്രിപ്പയർ ചെയ്യുന്ന കോച്ചിങ്ങിനൊക്കെ. നമ്മളാണ് ഈ സൈഡായിട്ട് പഠിക്കുന്നത്, ജോലിയുടെ കൂടെയും ഒക്കെ നമ്മുടെ സൈഡാ നമുക്ക്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളൊക്കെ പഠിക്കുന്നത് അങ്ങനെയല്ല. അവരുടെ ലൈഫ് ഗോളായിട്ടാണ് അവർ പഠിക്കുന്നത് 24 അവർ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ എയിംസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നവര് അവരൊക്കെ എങ്ങനെ പഠിച്ചിട്ടാണ് അവർ എയിംസിലൊക്കെ ജോയിൻ ചെയ്തത് എന്നുള്ളത്. ഒരു 24 അവർ അതിനാണ് പഠിക്കുന്നത്. കാരണം അവരുടെ ആ നാട്ടിലേക്ക് 1 ലക്ഷം രൂപ സാലറി എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സാലറിയാണ്. നമുക്കും അത് വലിയ സാലറി അല്ല എന്നല്ല. നമുക്ക് കഴിഞ്ഞ കുറെ കാലം കൊണ്ട് OET ഒക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും ആ ഒരു ഒഴുക്കിലായിരുന്നു. ഇപ്പൊ ഒരു 2 വർഷമായിട്ട് അതിനെല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ്. സോ ഇനി നമ്മുടെ കുട്ടികൾക്കും ഈ ലെവലിൽ കോമ്പീറ്റ് ചെയ്തേ പറ്റുള്ളൂ. എയിംസ് പോലുള്ള ഓൾ ഇന്ത്യ എക്സാമുകളിൽ നമ്മുടെ കുട്ടികളും മത്സരിച്ചേ പറ്റുള്ളൂ. അതിന് ഈ രീതിയിലുള്ള പ്രിപ്പറേഷൻ കൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പ്രിപ്പറേഷൻ ലെവലിലേക്ക്, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ എയിംസിൽ ഒരു 100 പോസ്റ്റിംഗ് നടന്നാൽ അത് 90 മലയാളികളായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. നിങ്ങൾ അന്വേഷിക്കുക, 100-ൽ 90 കുട്ടികൾ മലയാളികളാണ് കയറിക്കൊണ്ടിരുന്നത്. അതേ സ്ഥാനത്ത് ഇന്ന് 100-ൽ 10 പേരും തികച്ചില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ 1000 പേര് എടുത്താൽ 50 പേര് തികച്ചില്ലായിരുന്നു കഴിഞ്ഞ എയിംസ് നോർസെറ്റിൽ 1000 റാങ്കിനകത്ത്. കഴിഞ്ഞ 2 റാങ്ക് ലിസ്റ്റ് നമ്മൾ എടുത്തതാണ്, 50 പേര് തികച്ചുണ്ടായിരുന്നുണ്ട്.
1000 റാങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കുട്ടികളുടെ മലയാളി നേഴ്സുമാരുടെ കോമ്പറ്റേറ്റീവ് പ്രിപ്പറേഷൻ ലെവൽ എവിടെ നിൽക്കുന്നു. സീരിയസ്നെസ് കൊടുക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു നീറ്റ് എൻട്രൻസിന് എങ്ങനെയാണോ ഒരു കംപ്ലീറ്റ് സിലബസ് അവർ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് എക്സാം എഴുതുന്നത്, ആ ലെവലിലേക്ക് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ കൊണ്ടുവരണം. കൃത്യമായിട്ട് തിയറി പഠിക്കുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക, മോഡൽ എക്സാമ്പിൾ ഓരോ ആഴ്ച എഴുതണം, OMR എക്സാമ്പിൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം, ഒറിജിനൽ OMR ഷീറ്റിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം, എഴുതി കംപ്ലീറ്റ് സിലബസ് പഠിക്കുക. ഓരോ ടോപ്പിക്ക് പോയി ടോപ്പിക്കായിട്ട് ആ ടോപ്പിക്കിന്റെ പേര് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ മനസ്സിൽ വരണം, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ക്വസ്റ്റ്യനുകൾ. ആ രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകും. ഇല്ല, ഞാൻ പറയാം, കഴിഞ്ഞ എക്സാം മാൻഡോട്ട് ടെസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ മാൻഡോട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വരും എന്നുള്ള മനസ്സിൽ വരണം. ആ രീതിയിൽ പ്രിപ്പയർ ആവണം. അല്ലെ, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പേര് കേട്ട് കഴിഞ്ഞാൽ ആ ഇൻസുലിനെ കുറിച്ച് എന്തൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരണം, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത്. അതാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ലെവലിൽ കൊണ്ടുപോകേണ്ടത്. ആ ലെവലില് നമുക്ക് തന്നെ പറയാൻ കഴിയണം, ആ ടോപ്പിക്കിന്റെ പേര് പറയുമ്പോൾ ഇതിനകത്തുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ആ ലെവലിൽ നിങ്ങൾ പറയാൻ റെഡിയാകുമ്പോൾ നിങ്ങൾ ഏതൊരു എക്സാമിനും എഴുതാൻ റെഡിയായി കഴിയും. അത് എത്ര വലിയ ഓൾ ഇന്ത്യ എക്സാം ആയിക്കോട്ടെ. അല്ല, നമ്മുടെ സിലബസിനകത്തില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളല്ല കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തതാണ് പ്രശ്നം. അത് കറക്റ്റ് ചെയ്തേ പറ്റും. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് ക്വിക്ക് റിവിഷൻ, ലാസ്റ്റ് മിനിറ്റ്സ് റിവിഷൻ, എല്ലാം ബൂസ്റ്റർ പോയിന്റ്സ് ഉണ്ടാകും. സോ ഓരോ എക്സാം പോയിന്റും അത് ഏത് എക്സാമിന് ചോദിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഇങ്ങനെ ഓരോ ബ്രാക്കറ്റിലായിട്ട് തന്നെ തന്നിട്ടുണ്ടാകും. സോ എല്ലാം ക്വിക്ക് റിവിഷൻ ബൂസ്റ്റർ പോയിന്റ്സ് ഉണ്ടാകും. അതുകൂടാതെ ഓരോ സബ്ജക്ട്സിന്റെ എൻഗ്ലക്സ് ആറും ക്വസ്റ്റ്യൻ. ഇപ്പം നിങ്ങൾക്ക് അറിയാം, എല്ലാ എക്സാമിനും കുറച്ച് ക്വസ്റ്റ്യൻ എങ്കിലും ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എയിംസ് നോർസെറ്റിന് 90% മെയിൻസ് എക്സാം അത് തന്നെയാണ്. സോ നമ്മുടെ എക്സാമിന് കുറച്ച് ക്വസ്റ്റ്യൻ എങ്കിലും OB-യിലും മെഡിക്കൽ സർജിയിലും ഫണ്ടമെന്റൽസിലും ഒക്കെ എൻഗ്ലക്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെ, സൈക്കാട്രിയിലും ഒക്കെ. സോ അതുകൊണ്ട് എൻഗ്ലക്സ് ആറിൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകണം. സോ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ആ ഒരു ടോപ്പിക്കിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം, അല്ലെ നമുക്കും ആൻസർ ചെയ്യാൻ പറ്റണം. സോ അതിന് നമ്മൾ ഇതെല്ലാം ഓൾറെഡി പ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവണം. നന്നായിട്ട് പ്രാക്ടീസ്ഡ് ആയിരിക്കും. അത്രത്തോളം പ്രാക്ടീസ്ഡ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു എക്സാമിനെയും പേടിക്കേണ്ട കാര്യമില്ല. കുറെ ടഫ് ക്വസ്റ്റ്യൻ, ഹയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് കുറെ ക്വസ്റ്റ്യങ്ങൾ വരും. അത് നേഴ്സിംഗ് സിലബസിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ടെസ്റ്റിനകത്ത് പഠിക്കുന്നുണ്ടെന്ന് പോലും ചോദിക്കാത്ത ചില ക്വസ്റ്റ്യങ്ങൾ വരുന്നുണ്ട്. അതൊന്നും ആരും എഴുതുന്നൊന്നുമില്ല, നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസറിൽ നേഴ്സിംഗ് ഒക്കെ ക്വസ്റ്റ്യനുകൾ കാണും, പക്ഷെ അതൊന്നും ആരും എഴുതുന്നില്ല. അത് ഈ വലിയ എക്സാം എന്ന് പറഞ്ഞ് എവിടെ നിന്നൊക്കെ കോപ്പി അടിച്ചിരുന്നത്, അല്ലാതെ നേഴ്സിംഗ് ടെക്സ്റ്റുകളുടെ അകത്തുണ്ട് എന്നുള്ളത് നോക്കിയിട്ടൊന്നുമല്ല അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. അതാരും എഴുതുന്നുമില്ല. അതൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ 55 മാർക്കൊക്കെയാണ് അല്ലെങ്കിൽ 50, 53 മാർക്കൊക്കെയാണോ ഫസ്റ്റ് റാങ്ക് വരേണ്ടത്? അത് സാധാരണ ക്വസ്റ്റ്യൻ എഴുതുന്ന മാർക്കേ ഉള്ളൂ. മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ എഴുതുന്ന മാർക്കേ ഉള്ളൂ 55 അല്ലെ 50 മാർക്ക് എന്ന് പറയുന്നത്. ഹയർ ലെവൽ ക്വസ്റ്റ്യൻ എഴുതുന്ന കൂടെ മാർക്ക് വന്നാൽ 70-ന് മുകളിൽ പോകണം മിനിമം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു കംപ്ലീറ്റ് പ്രിപ്പറേഷൻ, ആ ഒരു 14 നേഴ്സിംഗ് സബ്ജക്ട്സ്, അതിന്റെ ഒരു മിനിമം നോളജ് ലെവൽ, ഒരു ഞാൻ എപ്പോഴും പറയാം, കോമ്പറ്റേറ്റീവ് നോളജ് ആണ്, അല്ല യൂണിവേഴ്സിറ്റി നോളജ് അല്ല ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റി എക്സാം നോളജ് അല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടി 14 സബ്ജക്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കും, പലരും നിങ്ങൾ പറയും മെഡിക്കൽ സർജിക്കൽ ഇതാണ് എല്ലാവരുടെയും ടെൻഷൻ, അല്ലെ? ഞാൻ പറഞ്ഞു, മെഡിക്കൽ സർജിക്കൽ എന്ന് പറയുന്നത് അതിന്റെ ഒരു സിസ്റ്റം പഠിക്കുന്ന സമയം കൊണ്ട് മറ്റ് പല സബ്ജക്റ്റുകൾ പഠിച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സബ്ജക്ട് മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെ? നിങ്ങൾ അതുകൊണ്ട് ആ സബ്ജക്ട്സ് പഠിക്കാതെ മെഡിക്കൽ സർജിക്കൽ മാത്രം ഇരുന്ന് പഠിക്കുക അല്ല വേണ്ടത്. അതിന്റെ ഒരു സിസ്റ്റം പഠിക്കുന്ന സമയമുണ്ട്. എഡ്യൂക്കേഷൻ പോലുള്ള ഒരു സിസ്റ്റം, ഒരു സബ്ജക്റ്റിന്റെ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ അല്ലാതെ ഈ ചെറിയ സബ്ജക്ട്സിലെ മാർക്ക് സ്കോർ ചെയ്യാതെ നിങ്ങൾ എത്ര കുത്തിയിരുന്ന് മെഡിക്കൽ സർജിക്കലിന്റെ വലിയ വലിയ കാര്യങ്ങൾ പഠിച്ചാലും നമ്മുടെ കേരള PSC എക്സാമിന് നമുക്കത് എത്രത്തോളം മാർക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു വെച്ച് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് വിലയിരുത്തുക. എന്നിട്ടെങ്കിലും നമ്മൾ പറയുന്നത് ഒന്ന് ഫോളോ ചെയ്യുക. കുറെ വർഷങ്ങളായി, ഒന്ന് ഫോളോ ചെയ്യുക. ഈ ഒരു പാറ്റേൺ ആണ് ഇപ്പൊ 10 എക്സാം ആയി, അല്ലെ? കഴിഞ്ഞ DME എക്സാം കൂടി 10ാമത്തെ എക്സാമാണ് നടന്നത് റീസെന്റ് പാറ്റേണിൽ. അല്ലെങ്കിൽ ആ GK കറണ്ട് അഫയേഴ്സ്, സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ എടുത്ത് മാറ്റിയിട്ട്
പ്യൂർലി നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമായിട്ടുള്ള 10ാമത്തെ എക്സാം ആയിരുന്നു ഇപ്പൊ നടന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിനെല്ലാം ഒരേ പാറ്റേണാണ്, ഒരേ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തവർ തന്നെ നല്ല റാങ്കിൽ വന്നിട്ടുള്ളൂ. അല്ലാതെ ഓരോ തെറ്റിദ്ധാരണ 15 മാർക്ക് മെഡ്സർജ് എന്നൊക്കെ പറഞ്ഞ് 3-4 മാസം അതിന് കളഞ്ഞിട്ട് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ഉള്ള സബ്ജക്ട്സ് പഠിക്കുക, സൈക്കോളജി, സോഷ്യോളജി, മൈക്രോബയോളജി പോലുള്ള വളരെ പ്രധാനപ്പെട്ട സബ്ജക്ട്സുകൾ പഠിക്കാതെ അതിന്റെ മാർക്ക് സ്കോർ ചെയ്യാതെ അതുമില്ല അതും മറ്റതും ഇല്ല എന്ന രീതിയിൽ അല്ലെ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് പലരും വിളിച്ചത്. സോ നമ്മൾ മനസ്സിലാക്കുക, വെറുതെ തെറ്റിദ്ധാരണകളുടെ പുറകെ പോകാതെ എക്സാമിന് നമ്മൾ വേണം മനസ്സിലാക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് സിലബസ് എടുത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു മാപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് എന്താണ് ശരി, ഏത് രീതിയിൽ അല്ലെങ്കിൽ ആര് പറയുന്നതാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ വിലയിരുത്തുക. നിങ്ങളും ചെയ്യണം, നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്, അല്ല ഞാൻ പറയുന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഏത് രീതിയിൽ പോയാലാണ് എനിക്ക് ഈ രീതിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുക, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കൃത്യമായി എക്സാം എളുപ്പമാണെങ്കിലും ടഫ് ആണെങ്കിലും എനിക്ക് ആ ലെവലിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. അതിന് ഞാൻ എങ്ങനെയാണ് സ്കോർ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ഇഷ്ടപ്പെടണം. ഷോർട്ട് കട്ടുകളും അല്ലെ റെഡിമെയ്ഡ് സാധനങ്ങളും ഇതൊക്കെ അല്ല, നമ്മളാണ് അതിന്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. ഓരോ ടോപ്പിക്കിനകത്തും നമ്മളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ് ഇതിനകത്തുള്ള എക്സാം പോയിന്റ്. ഇതിന് നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം, കൃത്യമായ തിയറി നോട്ട് പഠിക്കണം. അല്ല എന്തെങ്കിലുമൊക്കെ അല്ല, എക്സാം ക്വസ്റ്റ്യൻ ബേസിസിലുള്ള എക്സാം പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കണം. കോമ്പറ്റേറ്റീവ് എക്സാം പോലുള്ള ഓരോ ടോപ്പിക്കിനകത്ത് അല്ല യൂണിവേഴ്സിറ്റി എക്സാമിനെ നോട്ട് എടുത്ത് വെച്ച് ഒരു കാരണവശാലും കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യരുത്. യൂണിവേഴ്സിറ്റി എക്സാമിന് പഠിച്ചത് ബേസിക് ആണ്, അതിൽ നിന്ന് നമ്മൾ അതിനെ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. സോ ഇനി എങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തരുത്, അതിനുവേണ്ടി മാത്രമാണ് ഇത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്. നിങ്ങൾ ആ എക്സാമിന്റെ തലേ ദിവസത്തെ വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഇപ്പോ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അടുത്ത ദിവസം അത്രയും പേരുടെ കരച്ചിൽ കാരണം വിളിച്ചൊരു 3-4 പേരുടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഈ DME എക്സാം. അവസാനം ഞാൻ കുറച്ച് മണ്ടത്തരം കാണിച്ചു സാർ എന്ന് പറഞ്ഞിട്ട്. സോ അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്താം. അല്ല വെറുതെ പറഞ്ഞ 2-3 വർഷങ്ങൾ കാത്തിരിക്കുമ്പോഴേ നമുക്കൊരു അവസരം വരുന്നത് ലൈഫിൽ, അത് മിസ്സാക്കിയാൽ പിന്നെ വലിയൊരു നഷ്ടമാണ്. അടുത്തിനി എക്സാം എപ്പോ വന്ന് നമ്മൾ എഴുതി എടുത്ത് കയറിയാലും വലിയൊരു നഷ്ടമാണ് നമുക്ക് സംഭവിക്കുന്നത്. ചിലർക്ക് അത് കറക്റ്റ് ചെയ്യാൻ പോലും പിന്നെ ഒരു അവസരമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ലാസ്റ്റ് ചാൻസ് ഉണ്ടായിരുന്ന 3 പേരിൽ വിളിച്ചത്, അവർക്ക് ഇനി ഒരു കറക്റ്റ് ചെയ്യാൻ പോലും ഒരു അവസരമില്ല. സോ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക, അത് കൃത്യമായി അവസാനം വരെ ഫോളോ ചെയ്യാം. അതാ ഞാൻ പറയുന്നത്, പകുതി വഴിയിൽ നിങ്ങൾ ഇട്ടിട്ട് പോരുത്, പകുതി വഴിയിൽ തെറ്റായ വഴിയിലേക്ക് പോകരുത്. നിങ്ങൾ മനസ്സിലാക്കിയ ശരിയായ രീതി അത് അതുപോലെ അവസാനം വരെ ഫോളോ ചെയ്യും. ആ ഒരു പാറ്റേൺ അവസാനം വരെ ഫൈനൽ എക്സാം ഡേ വരെ കൊണ്ടുപോവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഇടയ്ക്ക് നിർത്തി വീണ്ടും പഠിച്ച് ഇങ്ങനെയല്ല. നമ്മളൊരു പ്ലാൻ നമുക്ക് ഇതുണ്ട്, ഈ എക്സാം വരെ ആണെങ്കിൽ ആ എക്സാം വരെ അത് കൃത്യമായ പ്ലാനോടുകൂടി മുന്നോട്ട് പോവുക, അത് അതുപോലെ നടപ്പിലാക്കുക എക്സാം ഹാളിൽ. അങ്ങനെ ഒരു തവണ ഇനി നിങ്ങൾക്ക് ഞാൻ അതാ പറയുന്നത്, ഈ വരുന്ന എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത എക്സാമുകളാണ്. ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ അവസരം പോലും ഉണ്ടാവില്ല. അത്രയും വലിയ എക്സാമാണ് ഇനി വരാൻ പോകുന്നത്. അതിലെങ്കിലും ദയവ് ചെയ്ത് തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് തെറ്റായ വഴിയിലൂടെ പോയി നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം സങ്കടം വരുന്നതെന്ന് പറയാൻ അവർ 1 വർഷത്തിലധികമായിട്ട് അവർ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ്. അതാണ് അതിന് വളരെ നന്നായിട്ട് വളരെ കുറച്ച് സമയം കൊണ്ട് കൃത്യമായ പ്ലാനിൽ പഠിച്ച ഒരു മാർക്ക് സ്കോർ ചെയ്യും. സോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ എപ്പോഴും അവസരം കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള എക്സാമുകളാണ് ഈ നഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിലും അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിലും ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് എക്സാമിനെ മനസ്സിലാക്കി ഓരോ ടോപ്പിക്ക്, ഓരോ സബ്ജക്ട്സിനകത്ത് ഓരോ ടോപ്പിക്കുകൾ മനസ്സിലാക്കി കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് പഠിക്കും. നിങ്ങൾ അതിനെ സ്കോറാക്കി മാറ്റാൻ പഠിക്കും. എക്സാം പഠിക്കുന്ന കാര്യങ്ങളെ അത് എക്സാമിന് എഴുതാൻ പഠിക്കും. നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ദയവായി ശ്രദ്ധിക്കുക. സോ നമ്മുടെ ക്ലാസ്സുകൾ ഓഗസ്റ്റ് 3-ാം തീയതി ലൈവ് ക്ലാസ് ആരംഭിക്കുന്നത്. സോ അതിനു മുന്നേ നിങ്ങൾക്ക് കഴിഞ്ഞ നഴ്സിംഗ് ട്യൂട്ടറിന്റെ 2 നഴ്സിംഗ് ട്യൂട്ടറിന്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നാളെയും മറ്റന്നാളുമായിട്ട് ആപ്പിൽ അവൈലബിൾ ആവും. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഈ ലാസ്റ്റ് 2 നഴ്സിംഗ് ട്യൂട്ടറിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യണം.
നിങ്ങൾ തന്നെ ആൻസർ ചെയ്തിട്ട് ഓരോ സബ്ജക്ട്സിനും എങ്ങനെയാണ് പഠിക്കേണ്ട എക്സാം ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്ത് പഠിക്കാവൂ. അതിനുശേഷം മാത്രമേ പഠിച്ചു തുടങ്ങാവൂ. അല്ല എവിടെയെങ്കിലും അല്ല തുടങ്ങേണ്ടത്. ഓരോ സബ്ജക്ട്സും കൃത്യമായി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഓരോ ടോപ്പിക് ആയിട്ട്, ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ സബ്ജക്ട് അല്ല പഠിക്കേണ്ടത്. ഒരിക്കലും ഞാൻ പറയില്ല സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്. സബ്ജക്റ്റ് അല്ല നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഓരോ സബ്ജക്റ്റിനകത്തെയും ഓരോ ടോപ്പിക്കുകളെ പഠിക്കേണ്ടത്. ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് പഠിക്കണം. ഒരു കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണെങ്കിൽ ഓരോന്നായിട്ട് പഠിക്കണം. അനാട്ടമി പഠിക്കണം, ഫിസിയോളജി പഠിക്കണം, ECG പഠിക്കണം. അത് ഓരോ ടോപ്പിക്കുകൾ ടോപ്പിക്കാണ്. കണ്ടക്ഷൻ സിസ്റ്റം പഠിക്കണം. ഓരോന്നായിട്ട് തന്നെ അത് ഓരോന്നും ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കണം. എന്നിട്ട് അതിനകത്തുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പഠിക്കാം. എന്നിട്ട് മാത്രമേ ഡിസീസ് കണ്ടീഷനിലേക്ക് പോകാവൂ. ഡിസീസ് കണ്ടീഷനകത്തും ഓരോ ഡിസീസ് കണ്ടീഷനകത്ത് എന്ത് പഠിക്കണമെന്നും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണോ? യെസ്, ഞാൻ ഡീറ്റെയിൽസ് അയക്കാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി മാത്രം എക്സാമിനായിട്ട് അപ്രോച്ച് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, കംപ്ലീറ്റ് സിലബസ് പഠിക്കുക. ഓരോ സബ്ജക്ട്സും കൃത്യമായി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. കേരള PSC സിലബസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, അതിനകത്ത് പകുതിയേ ഉള്ളൂ. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് ഏതൊക്കെ ടോപ്പിക്കാ ഓരോ സബ്ജക്ട്സിനകത്തും പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അല്ലെ, ഞാൻ വീണ്ടും ആവർത്തിക്കും, കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് അതിനകത്ത് പറയുള്ളൂ. ഈ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനകത്ത് എന്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. അതിനകത്ത് ഓരോന്നിനകത്തും എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ECGനകത്ത് എന്ത് പഠിക്കണം, അനാട്ടമി ആൻഡ് ഫിസിയോളജിനകത്ത് എന്ത് പഠിക്കണം, കണ്ടക്ഷൻ സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ പഠിക്കണം ഒക്കെ മനസ്സിലാക്കണം നമ്മളാ. ക്ലിയർ? അങ്ങനെ പഠിക്കുമ്പോഴാണ് അതിനകത്ത് ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ വേണം. ഓരോ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ ഓരോ സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് അവസാനം നമുക്ക് ഇതുവരെ സംഭവിച്ച എക്സാമ്പിൾ സംബന്ധിച്ച എല്ലാ മിസ്റ്റേക്കുകളും കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്രയും വലിയ എക്സാം ഞാൻ പറഞ്ഞു, നേഴ്സിംഗ് ട്യൂട്ടർ ആണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ രണ്ടും ഗസറ്റഡ് പോസ്റ്റ് അൾട്ടിമേറ്റ് പോസ്റ്റുകളാണ്. സോ എല്ലാ മിസ്റ്റേക്കുകളും, ഇനി ഒരു മിസ്റ്റേക്ക് വന്ന് കറക്റ്റ് ചെയ്യാൻ സമയമില്ല എന്നുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും വേണം. ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. BSc നേഴ്സിംഗ് മാത്രമേ ഉള്ളൂ. സോ എല്ലാ മിസ്റ്റേക്കുകളും മാറ്റി കൃത്യമായ പ്ലാനോടുകൂടി പഠിക്കുക.